കാത്തലിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ശ്രീ പി ജോസഫ് കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി ജോസഫ്, ഇപ്പോൾ ഫാദർ ഫിലിപ്പ് കവിയിൽ വളരെ വിശദമായി തന്നെ സംസാരിച്ചു. അപ്പോഴും അറിയേണ്ടത്, പലപ്പോഴും ഒരു രാഷ്ട്രീയവും മതവും തമ്മിൽ വളരെ ചേർന്ന് കിടക്കുന്നെങ്കിലും ഒരു പരസ്യമായ പ്രഖ്യാപനത്തിലേക്കോ പരസ്യമായ പ്രതികരണത്തിലേക്കൊക്കെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പോകാറ് പതിവുണ്ടെങ്കിലും ഒരു യാത്ര, അതും തെരഞ്ഞെടുപ്പിന് മുൻപായി, അങ്ങനെയൊക്കെ അത്ര പതിവില്ലാത്തതാണ്. ഇത് പരസ്യമായ ഒരു പ്രഖ്യാപനം തന്നെയാണോ? കൂടെ നിന്നില്ലെങ്കിൽ ഞങ്ങളും കൂടെ ഉണ്ടാവില്ല എന്ന പരസ്യ പ്രഖ്യാപനം തന്നെയാണോ? ഇതിന് എങ്ങനെ കാണണ്ടേ? ഇത് കണക്ക് കഴിഞ്ഞ 3 വർഷം മുമ്പും ഇത് കണക്കൊരു യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചായിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് ആണെങ്കിൽ ആ സംഘടന ധാരാളമായ ഇത് കണക്കുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് മലയോര കർഷകരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ഇല്ലെങ്കിൽ നെൽകർഷകരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി സർക്കാരുകളുടെ ആവശ്യമായ നടപടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു യാത്രയാണ്. ഇതിപ്പം നമുക്ക് കിട്ടുന്ന നിഷേധിച്ചുകൊണ്ട് ഇപ്പം എത്രയോ കാലങ്ങളായി ഒരാണ്ടിൽ ഒരു 50-60 പേരെങ്കിലും വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം മരിക്കുകയാണ്. അതിനെതിരെ സത്വരം നടപടിയെടുക്കുന്ന എത്രയോ കാലമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. അതിന്മേൽ യാതൊരു നടപടി എടുക്കുന്നില്ല, വനമന്ത്രി അടക്കമുള്ളവരെടുക്കുന്നില്ല. ഇപ്പോൾ പോലും കർഷകൻ അവന്റെ പറമ്പിൽ ഇറങ്ങുന്ന വന്യജീവിയെ വെടിവെക്കാനോ അതിനെ ദേഹോദ്രവിപ്പിക്കാനോ ഇപ്പോഴും നിയമം പാസ്സാക്കാൻ തയ്യാറാകുന്നില്ല. അപ്പൊ ഇത് ആരെയൊക്കെയോ മറച്ചു വെച്ചുകൊണ്ട് എന്നാൽ എന്തൊക്കെ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രീ പി ജോസഫ്, പലപ്പോഴും സർക്കാർ പറയുന്നത് സർക്കാരിന് ഇക്കാര്യത്തിൽ വളരെ അനുഭാവപൂർണമായ നിലപാടാണ്, ഇങ്ങനെ ഒരു അവസ്ഥ വരരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് ചില നിയമങ്ങൾ തടസ്സമായിട്ടുണ്ട്, കേന്ദ്ര ചട്ടങ്ങൾ തടസ്സമായിട്ടുണ്ട് എന്നൊരു നിസ്സഹായ അവസ്ഥയാണല്ലോ സംസ്ഥാന സർക്കാർ പ്രകടിപ്പിക്കാറുള്ളത്. അവിടെ നമ്മൾ ഈ തരത്തിലുള്ള ഒരു സമ്മർദ്ദം ചെലുത്തിയിട്ട് എന്ത് നേട്ടമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരായുള്ളൊരു നടപടിയാണെന്ന് ഇവിടെ ആരും പറയുന്നില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ച് ഈ വിഷയത്തിൽ ഇടപെടുകയും, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് കത്തോലിക്ക കോൺഗ്രസിന്റെയോ ക്രിസ്ത്യാനിയുടെയോ മാത്രം പ്രശ്നമല്ല. മലയോര ഇവിടെ ഒരു സ്ഥലത്ത് ക്രിസ്ത്യാനി മാത്രം ഇടവെങ്കിൽ ജീവിക്കുന്ന ഒരു ഏരിയ ഒന്നുമില്ല. പക്ഷേ അല്പം ഒരു ചില സ്ഥലങ്ങളിൽ കൂടുതലായി അവരോട് വസിക്കുന്നത് മാത്രമേ ഉള്ളൂ. മലയോര മേഖല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്രൈസ്തവന്റെയും അവിടുത്തെ ഹൈന്ദവന്റെയും അവിടുത്തെ മുസ്ലിം വിശ്വാസികളുടെ എല്ലാം കൂടി ഉള്ള മനുഷ്യനായി ജീവിക്കുന്ന ആൾക്കാരുടെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ക്രൈസ്തവ ആവശ്യമായി മാറ്റി നിർത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആരെങ്കിലും ഇതിനൊക്കെ മുന്നിട്ടിറങ്ങാൻ വേണം. രാഷ്ട്രീയ കക്ഷികൾ അതിനോട് മുന്നിട്ടിറങ്ങാത്ത സാഹചര്യത്തിൽ കത്തോലിക്ക കോൺഗ്രസ് അതിന് വേണ്ടി ഇറങ്ങുന്നു. അതിനെ അങ്ങനെയാണ് കാണേണ്ടത്. അല്ലാതെ ഇതൊരു ക്രിസ്ത്യാനിയുടെ വിഷയം മാത്രമാണെന്ന് കാണേണ്ട ഒരർത്ഥമില്ല. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് 2 വർഷമായി 2023 മെയിൽ കിട്ടിയതാണ് കയ്യിൽ. അത് ഇതുവരെയും അതിലെ ശുപാർശകൾ നടപ്പിലാക്കിയില്ല എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായി തങ്ങളുടെ അവകാശങ്ങൾ തങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല എന്ന് ക്രൈസ്തവർ പറയുക കൂടി ചെയ്യുന്നുണ്ട്. തീർച്ചയായും ന്യൂനപക്ഷ അവകാശങ്ങൾ ഇവിടെ 2 നാട്ടിലാണല്ലോ കേരളത്തിൽ നടപ്പിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ വന്നപ്പോൾ ഒരാഴ്ചയ്ക്കകം നടപ്പിലാക്കാൻ, 1 മാസം നടപ്പിലാക്കാൻ വേണ്ട സത്വര നടപടിയിലേക്ക് കടക്കുകയും അതിന് കമ്മിറ്റി വെക്കുകയൊക്കെ ചെയ്ത സർക്കാരാണ് അന്നത്തെ VS അച്യുതാനന്ദൻ സർക്കാർ. അതുപോലെ തന്നെ 80-20 വിഷയം വന്നപ്പോഴത്തേക്കിന് അതിലൊരു വിവാഹത്തിന് വേണ്ടി നിലകൊള്ളാൻ യാതൊരു മടിയും കാണിക്കാത്ത സർക്കാരാണ് ഇവിടുത്തെ. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ക്രൈസ്തവര് മൈക്രോ ന്യൂനപക്ഷമായതുകൊണ്ട് അവർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അവരെ എങ്ങനെയും കാണാം, അവരെ അവഗണിക്കാം എന്നൊരു ചിന്താഗതി അതുകൊണ്ട് അതില്ലെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അത് കേരള ഗവൺമെന്റ് കൂടുതലായിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടക്കുന്നു. സർക്കാർ ആരൊക്കെയാണോ അകന്ന് നിൽക്കുന്നത് അവരെയൊക്കെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഹൈന്ദവ ഏകീകരണം ഉണ്ടായി അടുത്ത പ്രാവശ്യം വീണ്ടും അധികാരത്തിൽ വേണ്ട നടക്കുന്ന കാര്യം, അതിനൊന്നും നമുക്ക് എതിർപ്പില്ല. അതൊക്കെ അവർ നടത്തുന്ന സർക്കാർ നടത്തുന്ന നല്ല കാര്യങ്ങളാണ്. അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്താലും ഭക്തർക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട്, വിശ്വാസികൾക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് നമ്മളതിനെ പൂർണ്ണമായും അതിനെ പിന്തുണയ്ക്കുന്നു. അതിനൊന്നും എതിർക്കാൻ നമ്മളാരുമില്ല. പക്ഷെ നമ്മുടെ അവകാശങ്ങൾ കൂടെ ഈ കൂടെ സാധിച്ചു തരണം, ഞങ്ങൾക്കൂടെ നടപ്പിലാക്കി തരണം. ഇവിടെ ഒരു മൈക്രോ ന്യൂനപക്ഷമായ ക്രൈസ്തവരുണ്ട്. JB കോശി കമ്മീഷനൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര വർഷമായി, എത്രമാത്രം എത്രയോ നാളത്തെ സേവനം, എത്ര കോടി രൂപ സർക്കാർ മടക്കി ഉണ്ടാക്കിയെടുത്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്മേൽ അടയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആർക്കോ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് മാത്രമാണ് ആ റിപ്പോർട്ടിന്മേൽ അവർ അടയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭൂപതിവ് ചട്ടം പോലെ എത്രയോ കാലമായി നിലനിന്നിരുന്നൊരു പ്രശ്നം, അതൊക്കെ പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടായില്ലേ? സർക്കാർ ഒരു ക്രിയാത്മക ഇടപെടൽ ഭൂപതിവ് ചട്ടത്തിന്റെ കാര്യത്തിലൊക്കെ ഇപ്പൊ നടത്തിയല്ലോ. തീർച്ചയായും ഭൂപതിവ് കുറച്ചെങ്കിലും ഇത്രയും കാലത്തെ ഒരുപക്ഷെ സമ്മർദ്ദ ഫലം കൊണ്ടായിരിക്കാം എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചായിരിക്കാം അത് ഭൂപതിവ് ചട്ടമെങ്കിലും മാറ്റാൻ സാധിച്ചത്. അതുകൊണ്ട് ഭൂമിയിന്മേലുള്ള അവകാശത്തിൽ ഒരു പരിധിവരെയെങ്കിലും യഥാർത്ഥ കൈവശാവകാശിക്ക് ഒരു അവകാശം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ല, നല്ലത് ചെയ്യുന്നതിന് നല്ലതൊന്നും തെറ്റ് ചെയ്യുന്നതിന് തെറ്റെന്നും ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഇവിടെ ഓരോ പൗരന്റെ അവകാശം.
ആ അവകാശങ്ങൾ നമ്മൾ പറയുകയും നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയാം, ഈ യാത്ര കൊണ്ട് മുഴുവൻ ആൾക്കാരെ ഒന്ന് ഒരു പരിധിവരെ ഉണർത്താൻ സാധിക്കും. അതിലും നമ്മൾ നിഷേധിക്കുന്നില്ല. സർക്കാർ സമ്മർദ്ദമായിട്ട് തോന്നട്ടെ. അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ എന്ന് വെച്ചാൽ ആ ലക്ഷ്യവും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ജനം അറിയണമല്ലോ, സർക്കാർ അറിയണമല്ലോ ഇത് ഇവിടെ നടപ്പിലാക്കുന്നു, അവർ ഉണരും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം തോന്നുന്നുണ്ടെങ്കിൽ അവർ ചെയ്യും. അതിനുവേണ്ടിയുള്ള ഉദ്ദേശമാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ചുമ്മാത് ഒരു യാത്ര ഇതിനും രൂപ ധാരാളം മടക്കി ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ ബോധവൽക്കരിക്കാൻ ഇറങ്ങുമ്പോഴത്തേന് സ്വാഭാവികമായി അതിന്റെ ഒരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അത് കഴിയുമ്പോഴെങ്കിലും സാക്ഷാത്കരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി ശ്രീ പി പി ജോസഫ്. ഇപ്പോൾ ശ്രീ രാജീവ് ജോസഫ് കൊച്ചുപറമ്പിൽ, കത്തോലിക്ക കോൺഗ്രസിന്റെ അധ്യക്ഷൻ, അദ്ദേഹം ആണ് ഈ യാത്ര നയിക്കുന്നത്. ശ്രീ രാജീവ് ജോസഫ്, ഒക്ടോബർ 13-നാണ് യാത്ര ആരംഭിക്കുന്നത്. ആ സമയം വളരെ പ്രത്യേകതയുള്ളതാണ്. സംസ്ഥാനം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുകയാണ്. അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഒരു പക്ഷേ ഏറ്റവും താഴെത്തട്ടിലുള്ള ഏറ്റവും മൈക്രോ ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും അത് വലിയ രീതിയിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ നിങ്ങളുടെ ഈ യാത്ര കൊണ്ട് നിങ്ങൾ എന്താണ് ലക്ഷ്യമിടുന്നത്? തീർച്ചയായിട്ടും നമ്മളുടെ ഒരു അവകാശ സംരക്ഷണ യാത്ര തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. പ്രധാനപ്പെട്ട 5 വിഷയങ്ങളാണ് ഉന്നയിക്കുന്നത്. അത് സർക്കാർ തലത്തിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളാണ്. ഈ നാളുകളിലൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള അവഗണനകൾ ഈ സമുദായവും പ്രത്യേകിച്ച് കേരളത്തിലെ കർഷക സമൂഹവും നേരിടുന്നുണ്ട്. ഈ പ്രതിസന്ധികൾ പല പ്രാവശ്യവും സർക്കാരുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും ഇതുവരെയായിട്ടും അതിന് പരിഹാരം കാണുന്നില്ലെന്ന് മാത്രമല്ല, ചില വിഷയങ്ങളിലൊക്കെ ബോധപൂർവമായിട്ടുള്ള അവഗണന നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് നമുക്ക് മുൻപോട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇത് നിലനിൽപ്പിന്റെ പ്രശ്നം എന്ന നിലയിലാണ് ഈ സമുദായ സംഘടന, കത്തോലിക്ക കോൺഗ്രസ് സീറോ മലബാർ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള സമുദായ സംഘടനയാണ്. സമുദായ സംഘടന ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള പോരാട്ട സമരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഈ അവകാശ സംരക്ഷണ യാത്ര എന്ന് പറയുന്നത്. ഈ 5 വിഷയങ്ങളിൽ ഒന്ന് പ്രധാനമായിട്ടും ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സമുദായത്തിന്റെ ആശങ്കകളാണ്. എത്ര കാലമായിട്ട് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ശേഷം സർക്കാർ അതിൽ പ്രസിദ്ധീകരിക്കാനോ അതൊന്ന് നടപടിയെടുക്കാനോ ഒരു തരത്തിലുമുള്ള സമീപനം ഉണ്ടാകുന്നില്ല. പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതികൾ പല പ്രാവശ്യവും കൊടുത്തിട്ടും സർക്കാർ അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളത് വിവരാവകാശ പ്രകാരം അതിന് അപേക്ഷ കൊടുത്തപ്പോൾ 2-3 തവണ ഹിയറിംഗ് കേട്ട ശേഷവും അത് നിരസിച്ചുകൊണ്ട് അവർ പറയുന്നത് ഇത് മന്ത്രിസഭയുടെ പരിഗണനയ്ക്കിരിക്കുന്ന കാര്യമായതുകൊണ്ട് ക്യാബിനറ്റ് പരിഗണനയ്ക്ക് വിഷയമായിട്ട് അതിന് വിവരാവകാശ പ്രകാരം സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് എത്ര കാലം ഒരു റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ സാധിക്കും? അത് ബോധപൂർവമായിട്ട് ഈ സമുദായത്തെ വഞ്ചിക്കുന്നതിന് തുല്യമല്ലേ? അതുകൊണ്ട് അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. എത്രയും പെട്ടെന്ന് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. അതിനാണ് ഞങ്ങൾ ഈ യാത്ര നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇതിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ LDF സർക്കാരിന്റെ 7ാം വർഷമാണ്. ആ നിലയ്ക്ക് സമയം ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്.